അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വേറൊന്നുമല്ല, ഭയങ്കര സന്തോഷത്തിലാണ്. സന്തോഷത്തിൻ്റെ കാര്യം ഞാൻ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായി. വേറെ നമ്മുടെ ഗ്രീഷ്മേനെ പറ്റിയാട്ടോ, ഗ്രീഷ്മ ചേച്ചിക്ക് കിട്ടിയൊരു സമ്മാനത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉള്ള ഒരു കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇത്രയും വൈകിട്ടാണ് കണ്ടത്. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഗ്രീഷ്മേൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ ഫോണിൽ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ മനോരമ ന്യൂസിന് 24-ലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കിട്ടിയ ഒരു ശിക്ഷ അവൾ പറഞ്ഞത് എന്താ, ഞാൻ 38 വയസ്സ് വരിക, 40 വയസ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കോളാം, അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് കൂടി കണ്ടിട്ടുണ്ട്. കൂടിപ്പോയി അത്ര വരെയല്ലേ. അപ്പം അത്രയും കൂടി കണ്ടപ്പില്ലേ, സത്യം പറയല്ലേ, എൻ്റെ നെഞ്ചത്തിൽ നിന്ന് ഇങ്ങനെ എന്തോ ഒരു അവസ്ഥ. കാരണം ഞാനൊരു അമ്മയാണ്. അപ്പോൾ അവൾക്ക് അങ്ങനത്തെ ഒരു വന്നില്ല എങ്കിലും ഞാൻ പറയാം, നമ്മളൊരു അമ്മമാരിക്ക് മക്കളൊന്ന് വീണാൽ തന്നെ, ഏത് മക്കളായാലും ഒരമ്മ, എൻ്റെ ഒരു ഫീലിങ്സ് ഞാൻ പറയാം. എൻ്റെ മുന്നിലൂടെ ഏതെങ്കിലും ഒരു കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ വീഴാൻ പോലെ വീണ് അറിയാണ്ട് എൻ്റെ കൈ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നീട്ടിപ്പോകും അവരെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അമ്മേൻ്റെ അവരെത്ര കഷ്ടപ്പെട്ട് അവർക്ക് മക്കളെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവനുള്ളിടത്തോളം കാലം അതിന് ശേഷം അവർ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഏതൊരു ആഗ്രഹിക്കുന്നത്. അമ്മയായാലും അച്ഛനായാലും നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി തന്നെ. കാരണം അവർക്ക് ആരും ഇല്ലാണ്ടായി പോലെ നേരിച്ചല്ലാണ്ട് നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ അങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം, ഏതൊരു അച്ഛനും അമ്മക്കുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ അവർ മക്കൾ ഒറ്റക്കായി പോകുന്നുള്ള ഒറ്റ കാര്യം കൊണ്ടായിരിക്കും അവരെന്തെങ്കിലും അസുഖത്തിനായാലും പേടിക്കുന്നത്. ഞാനങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഗ്രീഷ്മേൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ, നമ്മുടെ നിയമവ്യവസ്ഥകൾ കൊണ്ടാണ് നമുക്കിടയിൽ ഇങ്ങനെ പലതും നടക്കുന്ന. എല്ലാം സിമ്പിൾ. ഇപ്പോൾ എല്ലാവരും ജയിലിൽ പോകുന്ന സൂപ്പറായിട്ട് തിരിച്ചു വരുന്നു, നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നു. ഗ്രീഷ്മയായാലും നല്ല ആരോഗ്യത്തോടെ. നമ്മുടെ കണ്ണൂർ തൈയിൽ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ഒരമ്മ, അതൊരമ്മ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവളടക്കം ഹാപ്പി ആയിട്ട് നടക്കുന്ന വെച്ചാൽ നമ്മളിവിടുത്തെ നിയമവ്യവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ ഭയങ്കര സന്തോഷം തോന്നി. എനിക്കറിയേയില്ല അത് ഗ്രീഷ്മേനെയോ അല്ലെങ്കിൽ അവൾ കാരണം ഈ ജീവിതം ഇല്ലാണ്ട് പോയ ആ ഒരു മോനെ പറ്റിയും എനിക്കൊന്നും അറിയില്ലെങ്കിലും ഇങ്ങനെ മാധ്യമങ്ങളിൽ സാധാരണക്കാരെ പോലെ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രം. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. അതെനിക്കിങ്ങനെ അറിയിക്കാമെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നത് നമ്മുടെ നീതി വ്യവസ്ഥേനോട്. കാരണം ഇങ്ങനെ ഒരു ശിക്ഷ വേണമായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ഗ്രീഷ്മമാർ ഒരുപാട് വരും. കാരണം എത്ര അവൾ ജയിലിൽ കടന്നിട്ടും അവൾ എത്ര അഹങ്കാരത്തോടെ പറഞ്ഞത്, ഞാൻ അത്രയല്ലേ, കൂടിപ്പോയി അത്രയല്ലേ എന്നൊക്കെ. മോളെ ഗ്രീഷ്മ, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ തൂങ്ങിച്ചത്തിട്ട് മരിച്ച ശേഷം നീ വേറൊരു ജന്മം എടുത്തിട്ട് ആർക്കും കഷായം കൊടുക്കാനോ ഉദ്ദേശത്തില്ല വീണ്ടും ജനിക്കുന്നെങ്കിൽ നീ ഇത് തന്നെ വീണ്ടും നിനക്ക് കിട്ടാൻ പോകുന്നതായി. നടക്കുന്ന പെൺകുട്ടിയൊക്കെ കൂടി നിന്നെപ്പോലത്തെ ആൾക്കാർ വളരെ ദോഷമാണ്. നിന്നെപ്പോലത്തെ അവർ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിനും കൂടി അതൊരു ടെൻഷനായിരിക്കും. ഇപ്പം എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ ഇത് നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിക്കുക. കാരണം അത്രക്കും നിൻ്റെ സ്നേഹത്തിന് മുന്നിൽ വീണിട്ട് ഇല്ലാണ്ടായ ഒരു ജീവനാണ്. അപ്പോൾ നിന്നെപ്പോലുള്ളവന്മാർ ഇനി ഇല്ലാതിരിക്കട്ടെ. ഇതുപോലെ നന്നായി അന്വേഷിച്ചിട്ട് കേസ് അന്വേഷിക്കുക. ഇതുപോലുള്ള ശിക്ഷ കൊടുത്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇനി അങ്ങോട്ടേക്ക് ഏതൊരു പെൺകുട്ടിക്കായാലും ഏതൊരു ആൺകുട്ടിക്കായാലും ഒരു അപകടം പറ്റാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പെൺകുട്ടികൾ പീഡനത്തിനിരയായി കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്നവർക്ക് കൂടിപ്പോയ വധശിക്ഷ എന്നൊക്കെ ഒരു വാർത്ത കേട്ടിനെങ്കിൽ വളരെ സന്തോഷം തോന്നും. എന്തായാലും ഗ്രീഷ്മക്ക് എല്ലാ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം. നീ വീഡിയോ കാണുന്നൊന്നും എനിക്കറിയില്ല, നീ എന്തായാലും കാണൂലെങ്കിലും കാണുന്ന ഗ്രീഷ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം, ഇനി അങ്ങോട്ടേക്കെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിച്ചോ, ഇല്ലെങ്കിൽ ഈ ഗ്രീഷ്മേൻ്റെ അവസ്ഥയായിരിക്കും. കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏതൊരു ക്രൈമിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്താലും നമ്മളെ നിയമത്തിനെ പറ്റി ഒരുപാട് പേര് പറഞ്ഞ് ഞാനടക്കം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വളരെ മോശം. ഇപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന വളരെ നന്നായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എൻ്റെ സന്തോഷം കൊണ്ട് മാത്രമേ ഒരു വീഡിയോ ചെയ്തേ പറ്റൂ. ഇത് ആരൊക്കെ കാണണമെന്ന് എനിക്കറിയില്ലെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.